അസ്സലാമലൈക്കും. സജന ഹക്കീം ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിലെ പണികളും തുസ്സിന് ചൊവ്വാഴ്ച എക്സാം തുടങ്ങിയിട്ടോ. അപ്പോൾ അവളെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തണം, കുറച്ചധികം നേരം ഇരുത്തണം കേട്ടോ. കുറച്ചൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചൊക്കെ എഴുതി പഠിപ്പിക്കാനുണ്ട് മക്കളെ. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി പഠിപ്പിക്കണം. എക്സാമാണ്, സൺഡേ ആയിട്ട് അധികം പഠിക്കാനൊന്നും ഇരിക്കാറില്ല കേട്ടോ. ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ചൊവ്വാഴ്ച അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഇടവേളയില്ല കേട്ടോ നമുക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ വേഗം തന്നെ രണ്ട് വിഷയമെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കും വീട്ടിലെ പണികളും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒരു 5 മണി വരെയുള്ള വിശേഷങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പച്ചമുളക് തയ്യാണ് കൂട്ടുകാരെ. ഞാൻ ആദ്യം തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ പച്ചമുളക് തയ്യലാട്ടോ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് അതിന് ശേഷം ഞാൻ എന്ത് വെച്ചാലും മുളക് ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ വളരെയധികം വിഷമത്തിലായിരുന്നു. കുറച്ച് നാൾ മുന്നേ ഒരു ചെറിയ തൈ കിട്ടിട്ടോ, അതങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചപ്പോൾ നല്ല രീതിയിൽ കുറേ മുളകുണ്ടായിട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാട്ടോ വീഡിയോസ് എടുത്തത്. അതിനുശേഷം മുറ്റത്തൂക്കാനായിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 7 മണി ആയിക്കണം കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടോ. പക്ഷേ എനിക്ക് മോണിയാവാൻ സാധിക്കുന്നില്ല കേട്ടോ. ഒരുപാട് സങ്കടമുണ്ട്. ഒരുപാട് വ്യക്തികൾ ചോദിക്കാറുണ്ട്, എന്താ പൈസ കിട്ടാൻ തുടങ്ങിയോ എന്ന് കേട്ടോ. പക്ഷേ എനിക്ക് ഡെയിലി വീഡിയോസും കാര്യങ്ങളും ഇടാത്തത് കൊണ്ട് തന്നെ വാച്ച് അവർ വളരെയധികം കുറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഡെയിലി ഇടുന്നില്ല, ഇടയ്ക്കിടെ ഇടുമ്പോൾ അതങ്ങോട്ട് വാച്ചിങ്ങിലാവുന്നില്ല. അതിൻ്റെ പ്രശ്നമാണ് യൂട്യൂബിൽ കേട്ടോ. അപ്പോൾ സബ് കുറേശ്ശെ കയറുന്നുണ്ട്, എന്നാലും അതും സ്ലോ ആട്ടോ. അപ്പോൾ തീ പൂട്ടി അരി അടുപ്പത്തിടണം. അപ്പോൾ നമുക്ക് ചവറൊക്കെ അങ്ങോട്ട് കത്തിച്ച ശേഷം നേരെ അടുക്കളയ്ക്ക് പോവാട്ടോ. അങ്ങനെ ഇതാ അതിൻ്റെ ചൂടും അതേപോലെ തന്നെ പുകയും എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്കപ്പോൾ പ്രഷർ താന്നു പോകുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ അടുക്കളയ്ക്ക് പോയി ഒരു ചായയൊക്കെ കുടിച്ച് അടുക്കളയത്തെ പണികളൊക്കെ തുടങ്ങാം എന്ന് കരുതി അടുക്കളയ്ക്ക് എത്തിയതാട്ടോ. അപ്പം ഞാൻ ആലോചിച്ചു, ഗ്യാസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വേഗം തന്നെ നമുക്ക് അടുപ്പിലേക്ക് പാചകം അങ്ങോട്ട് മാറ്റാം എന്ന് കരുതിയിട്ടോ. അപ്പോൾ തീയൊക്കെ പൂട്ടി അരിയൊക്കെ അടുപ്പത്തിട്ടു കേട്ടോ. പ്രഷർ എപ്പോഴും ലോ ആവാറ് കേട്ടോ പതിവ്. അപ്പോൾ നേരം വെളുക്കുമ്പോൾ തന്നെ ഒരു ചായ ഇങ്ങനെ കുടിച്ചാൽ ഉഷാറാവും കേട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ 10 ദിവസം നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വേഗം തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയിട്ടോ പഠിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഉറക്കെ വായിക്കുമോ എന്ന് പറഞ്ഞിങ്ങായിട്ട് ഞാൻ അടുക്കളയ്ക്ക് നേരെ പോകാനായിട്ട് പോകുന്നത്. പോകാൻ നിൽക്കുമ്പോൾ അവൾ വായന നിർത്തുട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിങ്ങായിട്ട് നേരെ അടുക്കളയ്ക്ക് പോയിട്ടോ. അപ്പോൾ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട്, അപ്പോൾ മാവുണ്ട്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാം എന്ന് കരുതിയിട്ടോ. അങ്ങനെ തട്ടിലേക്കൊക്കെ ഇതാ വീത്തി കൊടുക്കാം കേട്ടോ. ഇഡ്ഡലി മാവ് തട്ടിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നിടയിൽ പാത്തൂസ് ഇതെന്താ അതെന്താ എന്ന് ചോദിച്ചിങ്ങായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് അടുത്ത് നിൽക്കുമ്പോൾ ആ ചോദ്യം പറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അടുക്കളയ്ക്ക് എന്തെങ്കിലുമൊക്കെ പണികളെടുക്കുന്നിടയിൽ ഉമ്മച്ചി ഇതെന്താ വായിക്കുക അതെന്താ വായിക്കുക എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കട്ടോ. എനിക്കൊരു ആവേശം തന്നെയാട്ടോ, പരീക്ഷയല്ലേ, അപ്പോൾ പഠിക്കാനുള്ള ഉന്മേഷമുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷം കേട്ടോ അവൾ ചോദിച്ചറിയുമ്പോൾ തന്നെ. അപ്പോൾ ഇതാ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇതാ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഷുഗറും പ്രഷറൊക്കെ കുറഞ്ഞില്ലേ, കുറച്ച് ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആങ്ങളെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഈത്തപ്പഴം കഴിച്ചു, ചായയൊക്കെ കുടിച്ചപ്പോൾ കുറച്ച് ഉഷാറായിട്ടോ. എന്നാലും പ്രഷർ സെറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയും ഉപ്പിട്ട വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്, അതൊരു ഗ്ലാസ് കുടിച്ച് ഉഷാറായപ്പോൾ ഇതാ തോരൻ വെക്കാനുള്ള പണിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ ഇതാ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണെന്നൊക്കെ കാണാം കേട്ടോ. അതിൽ ക്യാരറ്റുണ്ട്, ബീൻസുണ്ട്, ഉരുളങ്കിഴങ്ങുണ്ട് കേട്ടോ. അതുകൊണ്ടൊരു ചെറിയൊരു തോരൻ വെക്കാം എന്ന് വിചാരിച്ചു. പിന്നെ സാമ്പാർ കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തൂളിക്കാനായിട്ട് പോവാണ്. അങ്ങനെ അതിലേക്ക് ഇതാ പാകത്തിനുള്ള വെളിച്ചെണ്ണൊക്കെ ഒഴിച്ചിട്ടുണ്ട്, അതങ്ങോട്ട് തൂളിച്ചെടുക്കണം. പിന്നെ ഇതാ നമ്മുടെ മീൻ വറുത്ത് കേട്ടോ. ഞാൻ തീ പൂട്ടിയപ്പോൾ അത് ഇറക്കി വെച്ചപ്പോൾ തന്നെ വറുത്ത് വെച്ചപ്പോൾ തന്നെ അവിടെ തന്നെ മീനും ഫ്രൈ ചെയ്തു കേട്ടോ. പിന്നെ ചെറിയൊരു തോരനല്ലേ, ഗ്യാസും തന്നെ കാട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ച് ഗ്യാസും ഇതാ തൂളിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ചെറുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും
കുനുകുന അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. തീ നല്ലപോലെ കുറച്ച് വെക്കണം ഈ ടൈമിൽ കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വാടി കിട്ടിയ ശേഷം പിന്നെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്നറിയോ കൂട്ടുകാരെ, മുളക് പൊടി. എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. മുളകിൻ്റെ കുത്തൊക്കെ ഒതുങ്ങിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഒരു 30 സെക്കൻഡോളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നാളികേരമാണ്. അതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊരു 10 സെക്കൻഡോളം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ തോരൻ, സൺഡേ സ്പെഷ്യലാന്നൊക്കെ പറയാം കേട്ടോ. ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയാട്ടോ. പിന്നെ ഗ്യാസും കിട്ടാനായിട്ട് ഇനി പാടുപെടും. അപ്പോൾ പിന്നെ ഇതൊക്കെ കൂട്ടിയിട്ടാട്ടോ ഓരോ ദിവസവും ചെറിയ ചെറിയ കറികളും തോരനൊക്കെ ആട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഒതുങ്ങിക്കൊടുന്ന. എല്ലാ വീടുകളും അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും ഞാൻ വെറുതെ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞതാട്ടോ. അങ്ങനെ തോരനും മീൻ ഫ്രൈയും കൂട്ടിയിട്ട് പാത്തൂസിന് ഫുഡ് കൊടുക്കാനായിട്ടോ പോകുന്നത്. 12:30 അങ്ങനെ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത ശേഷം പിന്നെ ഒരു 4:30 ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് അതിന് ശേഷം കേട്ടോ അങ്ങനെ കുറച്ച് അവലിരിപ്പുണ്ട്. അപ്പോൾ ചായക്ക് വെള്ളം വെച്ച് കൊടുത്തു. അപ്പോൾ പിന്നെ നമുക്ക് അവലും കുറച്ച് സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് അടിപൊളി 4 മണി പലഹാരം റെഡിയാക്കി എടുക്കാം കേട്ടോ. അധികമൊന്നും പണിയില്ല. കുറച്ച് അവലെ അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. പിന്നെ ബനാന ഇരിപ്പൊന്നുണ്ട്. അപ്പോൾ നമുക്ക് പഴം കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ 2 ഏലക്കായ ചതച്ചതിട്ട് കൊടുക്കണം കേട്ടോ. അതിന് ചേർത്ത് കൊടുത്തത് വിട്ടുപോയതാണ് കേട്ടോ. കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. പിന്നെ നല്ല രീതിയിലൊന്ന് കൈവച്ചൊന്ന് കഴിച്ചെടുത്തിട്ട് അങ്ങനെ 4 മണിക്കത്തെ ഞങ്ങളുടെ ചായക്കടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് ശനിയാഴ്ച ഒരു കൊറിയർ വന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ചുരിദാറാണ്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. എന്താണെന്നറിയോ, ഞാനിത് എൻ്റെ മോളുടെ സ്കൂളിൽ വാർഷിക കേട്ടോ. അപ്പോൾ അന്ന് ഇടാനായിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. അത് വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഡ്രസ്സ് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ ചായ കുടിക്കാനായിട്ടോ പോകുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഉഷാറോടുകൂടി ഇരുന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ ചുരിദാർ കാണിച്ചു തരാമെന്ന്. അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഫാമിലിക്കൊന്ന് മെസ്സേജ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ. ഞാൻ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.